ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 8 വ്യാഴാഴ്ചയാണ്. ഇന്നലെ ക്ലോസ് ചെയ്ത നിഫ്റ്റിയിലേക്ക് വരാം. തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ ദിവസവും ഇന്ത്യൻ വിപണി ഇടിഞ്ഞ് തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ മിഡ് ക്യാപ്പ് മാത്രമാണ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഏതായാലും ഇന്ത്യൻ വിപണിയിൽ ഒരു നെഗറ്റീവ് സ്റ്റാർട്ടിനാണ് സാധ്യതയുള്ളത്. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളിലേക്ക് വരാം. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യം 2026 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP വളർച്ച 7.4% കണക്കാക്കുന്നു. NSOയുടെ ഒരു എസ്റ്റിമേറ്റ് ആണിത്. 2026 സാമ്പത്തിക വർഷത്തിലെ ആദ്യ പകുതിയിൽ ഇത് 8% കണക്കാക്കിയിരുന്നത്. 2026 സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പകുതിയിൽ വളർച്ച 6.9% കുറഞ്ഞു. ഇനി 2025 സാമ്പത്തിക വർഷത്തിലെ GDP വളർച്ച 6.5%. ഇനി ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരു മാന്ദ്യം സംഭവിച്ചിട്ടുള്ളത് കൃഷിയിലാണ്. കൃഷി 3.9% ഉണ്ടായിരുന്നത് ഇപ്പോൾ H2-ൽ 2.7% കുറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിർമ്മാണ മേഖല അതുപോലെ 8.4% നിന്ന് 5.7% കുറയും. നിർമ്മാണ മേഖല ഇനി ഫിനാൻഷ്യൽ ഇയറിൻ്റെ സെക്കൻഡ് ഹാഫിൽ നല്ല റിക്കവറി കാണിക്കുന്ന അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്ന സെക്ടറുകൾ നോക്കിക്കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ആൻഡ് റിയൽ എസ്റ്റേറ്റ് സെക്ടറുകളും കൂടാതെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനും ഒരു റിക്കവറി അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്ന സെക്ടറുകളായിട്ട് കാണാൻ കഴിയും. അടുത്ത ജിൻഡാൽ സ്റ്റീലുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. തൈറോസൻ ഗ്രൂപ്പ് തങ്ങളുടെ യൂറോപ്യൻ സ്റ്റീൽ ബിസിനസ് ജിൻഡാൽ സ്റ്റീൽ ഇൻ്റർനാഷണലിന് വിൽക്കാൻ ചർച്ചകൾ നടന്നു വരികയാണ്. കരാർ ഒറ്റയടിക്കല്ല, ഘട്ടം ഘട്ടമായിട്ടായിരിക്കും നടപ്പിലാക്കുക. ഇനി ആദ്യഘട്ടം എന്ന് പറയുന്നത് ജിൻഡാൽ സ്റ്റീൽ 60% ഭൂരിപക്ഷ ഓഹരികൾ സ്വന്തമാക്കിയേക്കാം. ബാക്കിയുള്ള 40% ഓഹരികൾ പിന്നീട് 2 ഭാഗങ്ങളായോ അല്ലെങ്കിൽ ഒറ്റയടിക്ക് വാങ്ങാനോ ആണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. യൂറോപ്പിലെ തന്നെ രണ്ടാമത്തെ വലിയ സ്റ്റീൽ നിർമ്മാതാക്കളാണ് ഈ പറഞ്ഞ തൈറോസൻ ഗ്രൂപ്പ് സ്റ്റീൽ യൂറോപ്പ് എന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കരാർ എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം. ഏതായാലും ഈ ഒരു വാർത്ത ജിൻഡാൽ സ്റ്റീൽസിനെ സംബന്ധിച്ച് ഒരു മീഡിയം ടേമിലേക്ക് ഒരു ന്യൂട്രൽ ആവാനും ലോങ് ടേമിലേക്ക് പോസിറ്റീവ് ആവാനുള്ള സാധ്യതയുമാണുള്ളത്. മറ്റൊരു വാർത്തയിലേക്കാണ്. ടോൾ വരുമാനത്തിൽ 12% വാർഷിക വർധനവ് IRB ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്പേഴ്സ് റിപ്പോർട്ട് ചെയ്തു. 2025 ഡിസംബറിൽ ടോൾ പിരിവ് 754 കോടി രൂപയായിരുന്നു. കഴിഞ്ഞ വർഷം ഡിസംബറിൽ ടോൾ വരുമാനം ഏകദേശം 675 കോടി രൂപയാണ്. ഏതായാലും IRB ഇൻഫ്രയെ സംബന്ധിച്ച് ഇത് പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ചിട്ടികളിലോ ബാങ്ക് നിക്ഷേപങ്ങളിലോ പണം ഇടുന്നതിനേക്കാൾ മികച്ച ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് നൽകുന്നത്. ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാൻ മ്യൂച്വൽ ഫണ്ടുകൾ മികച്ച ഒരു മാർഗ്ഗമാണ്. അത് SIP വഴിയും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റായും ഒക്കെ ചെയ്യാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ആരംഭിക്കാൻ NISM സർട്ടിഫൈഡ് ARN ലൈസൻസ് ഉള്ളതുമായ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായം ഇനി നിങ്ങൾക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും നിക്ഷേപം ആരംഭിക്കാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. തിരികെ ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെൻറ്റിലേക്ക്. ഇന്നലെ US മാർക്കറ്റുകൾ ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. അതിൽ തന്നെ പ്രധാനമായിട്ടും വലിയ നഷ്ടമുണ്ടാക്കിയത് ഡൗ ജോൺസ് ആയിരുന്നു. 0.94% ഇടിഞ്ഞു. ഇന്നലെ അവിടെ ഇടിവിനുണ്ടായ പ്രധാനപ്പെട്ട കാരണം JP മോർഗൻ, ബ്ലാക്ക് സ്റ്റോൺ കൂടാതെ മറ്റ് ഫിനാൻഷ്യൽ ബാങ്കുകൾ ഇടിഞ്ഞതാണ് ഇന്നലത്തെ ഇടിവിന് കാരണമായത്. എന്നാൽ എൻവിഡിയയും ആൽഫബറ്റും അടക്കമുള്ള കമ്പനികൾ നാസ്ഡാക്ക് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാനും സഹായിച്ചു. ഇതുകൂടാതെ വീടുകളുടെ വില കുറയ്ക്കുന്നതിനായി സിംഗിൾ ഫാമിലി ഹോംസ് വാങ്ങുന്നത് നിരോധിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചതിനെ തുടർന്ന് ഹൗസിംഗ് അക്വിസിഷൻ കമ്പനികളുടെ ഷെയറുകളിൽ ഒരു ഇടിവ് കണ്ടു. കൂടാതെ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ S&P 500-ൽ കൂടുതൽ ഇടിവുണ്ടാക്കിയത് ഫിനാൻഷ്യൽ ഇൻഡെക്സ് ആയിരുന്നു. 1.4% ഇടിഞ്ഞു. അടുത്തതായി US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ ബാങ്കിങ് സൈഡിൽ HDFC ബാങ്ക് 0.69% ഇടിഞ്ഞു. ICICI ബാങ്ക് 1.6% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ടെക് സെക്ടറിൽ ഇൻഫോസിസ് 0.72% ഉയർന്നപ്പോൾ വിപ്രോ 1% നേട്ടമുണ്ടാക്കി. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 1.3% ഇടിവും ഉണ്ടാക്കി. US-ൽ ഡിഫൻസ് സ്റ്റോക്കുകളും ഇന്നലെ ഇടിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഫിനാൻഷ്യൽ ഡിഫൻസ് സെക്ടറുകളായിരിക്കും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നാൽ മിക്സഡ് ആയിട്ടാണുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.64% ഇടിവിൽ ട്രേഡ് ചെയ്യുമ്പോൾ കോസ്പി മാർക്കറ്റ് 1.52% നേട്ടത്തിലാണുള്ളത്. തായ്വാൻ മാർക്കറ്റ് 0.38% ഇടിവിലും കൂടാതെ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 26,185 എന്ന നിലയിലുമാണ്. 41 പോയിന്റ്സ് ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ
ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച്, ഇപ്പോൾ സമയം 7 മണിയാണ്, ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഏകദേശം 50 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് നിഫ്റ്റിയിൽ ഇന്ന് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് സാധ്യത കാണുന്നത്. അടുത്തതായി ഗോൾഡ് പ്രൈസിലേക്ക്. സ്പോട്ട് ഗോൾഡ് ഇന്നലെ 1% ഇടിയുകയുണ്ടായി. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 1,01,400 എന്ന നിലയിലാണ്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിനിൽ ഇന്നൊരു ഇടിവാണ് കാണുന്നത്. 1% മുകളിൽ ഇടിഞ്ഞ് $91,000 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ ഇന്നലെയും ഇടിഞ്ഞു. ഓയിൽ പ്രൈസുകൾ ബ്രന്റ് ഫ്യൂച്ചേഴ്സ് 1.2%, WTI ഫ്യൂച്ചേഴ്സ് 2% ഇടിഞ്ഞത്. ഇനി നമ്മുടെ ഈ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റൊരു കാര്യമുള്ളത്, ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 1,299 രൂപയ്ക്ക് 3 മാസത്തേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ നല്ലൊരു ഓഫർ ഉണ്ട്. 55% ഡിസ്കൗണ്ടാണ്. ഇനി നമ്മൾ ഏറ്റവും പുതുതായി തുടങ്ങിയിരിക്കുന്ന ആ ഒരു വീഡിയോ സീരീസിനെ കുറിച്ചാണ് പറയുന്നത്. ബിഗിനേഴ്സിന് ഒത്തിരിയേറെ ഹെൽപ്ഫുൾ ആവാൻ സാധ്യതയുള്ള നിരവധി കണ്ടൻസ് ആണ് ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അതിൽ നിരവധി സ്ട്രാറ്റജികളും AI പ്രോംപ്റ്റ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ വീഡിയോസിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്ലേലിസ്റ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടാതെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്യുന്നുണ്ട്. ഇനി പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം Q3 അപ്ഡേറ്റുകൾ തന്നെയാണ്. ടാറ്റ സ്റ്റീലുമായി ബന്ധപ്പെട്ട ഒരു Q3 അപ്ഡേറ്റ് ആണ് ആദ്യം. ഇന്ത്യൻ പ്രൊഡക്ഷനിൽ 11.4% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ ഡെലിവറി വോളിയത്തിലും 14.2% വർധനവ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത് NCL ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയാണ്. സിമന്റ് പ്രൊഡക്ഷനിൽ 5% വർധനവ് വന്നിരിക്കുന്നു. 6.94 ലക്ഷം ടണ്ണിലാണ് ഇപ്പോൾ സിമന്റ് പ്രൊഡക്ഷൻ ഉള്ളത്. സിമന്റ് ഡിസ്പാച്ചസിൽ 5% തന്നെ വർധനവാണ് വന്നിരിക്കുന്നത്. എന്നാൽ സിമന്റ് ബോർഡ്സ് പ്രൊഡക്ഷനിൽ 41% ഇടിവും രേഖപ്പെടുത്തി. ഇനി റിസൾട്ട് സീസൺ ആരംഭിക്കാൻ പോവുകയാണ്. ജനുവരി 14 ഇൻഫോസിസിന്റെ റിസൾട്ട് വരുന്നത്. ഇൻഫോസിസുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത എന്നുള്ളത്, സോഫ്റ്റ്വെയർ ജോലികൾ വേഗത്തിലാക്കാൻ ഒരു AI കമ്പനിയുമായി ഇൻഫോസിസ് പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്നു. അടുത്ത ഗ്ലെൻഡ് ഫാർമയാണ്. അലർജി AI ഡ്രോപ്പുകൾക്കായി US FDAയിൽ നിന്നും അംഗീകാരം ലഭിച്ചു. കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. അടുത്ത ലെമൺ ട്രീ ഹോട്ടൽസ് ആണ്. വാർബർഗ് പിൻകസിലുള്ള ഓഹരി വിൽപ്പന ചർച്ചകൾ കമ്പനി നിരസിച്ചു. റിപ്പോർട്ടുകൾ തെറ്റാണ് എന്നാണ് കമ്പനി പറഞ്ഞത്. അടുത്ത സിപ്ല എന്ന കമ്പനിയാണ്. ഗ്രീസിലെ US അപ്ലയൻസ് ഫാക്ടറിയിൽ US FDA പരിശോധന നടത്തി. 9 പ്രശ്നങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ആഘാതം അവലോകനം ചെയ്യുന്നു. അടുത്ത ഹഡ്കോ എന്ന കമ്പനിയാണ്. ഛത്തീസ്ഗഡിൽ ഗവൺമെൻറ്റുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. 1 ലക്ഷം കോടി രൂപ വരെയുള്ള പദ്ധതികൾക്ക് ധനസഹായം നൽകിയേക്കും. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ സമ്മൻ ക്യാപിറ്റൽ, സെയിൽ തുടങ്ങിയവയാണ്. അടുത്ത FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS വീണ്ടും നെറ്റ് സെല്ലേഴ്സായി തന്നെ തുടരുന്നു. 1,528 കോടി രൂപയ്ക്കാണ് ഇന്നലെ സെല്ല് ചെയ്ത്. DIs ആവട്ടെ 2,889 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. 26,141 38 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ആ ഒരു സപ്പോർട്ട് സോണിലാണ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇതൊരു സപ്പോർട്ട് സോൺ ആയതുകൊണ്ട് തന്നെ ഒരു ബൗൺസ് ബാക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇതുകൂടാതെ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഡോജി ക്യാൻഡിലുകളാണ് നിഫ്റ്റിയിൽ ഫോം ആകുന്നത്. നിഫ്റ്റി ഇപ്പോഴും പ്രധാനപ്പെട്ട കീ മൂവിംഗ് ആവറേജുകൾക്ക് എല്ലാം മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു സോണിൽ നിന്നും ഒരു ബൗൺസ് ബാക്ക് ലഭിക്കാനുള്ള സാധ്യതകളുമുണ്ട്. ഒരുപക്ഷെ ഡൗൺ ആവുകയാണെങ്കിൽ ഈ ഡൗൺ സൈഡിൽ ഈ ഒരു സപ്പോർട്ട് സോൺ തന്നെയാണ് നമ്മൾ പ്രധാനപ്പെട്ടതായി കാണേണ്ടത്. ഇനി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ലോവർ ഹൈ ലോവർ ലോ ഫോർമേഷനാണ് നിഫ്റ്റിയിൽ ഫോം ആവുന്നത്. അത് ഒരു വീക്കായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 26,200-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 26,100-ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 59,991 128 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും ഡൗൺ സൈഡിലെ ഈ ഒരു സപ്പോർട്ട് സോൺ പ്രധാനപ്പെട്ടതാണ്. അവിടെ നിന്നാണ് ഇന്നലെ ഒരു ബൗൺസ് ബാക്ക് ലഭിച്ചിരിക്കുന്നത്. കൂടാതെ നിഫ്റ്റിയേക്കാൾ കുറച്ചുകൂടി സ്ട്രെങ്ത് കാണിക്കുന്നത് ബാങ്ക് നിഫ്റ്റി തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ 20-യുടെ EMA വരുന്നത് 59,600 മുതൽ 59,500 വരെയുള്ള ആ ഒരു സപ്പോർട്ട് സോണിനുള്ളിലായിട്ടാണ്. ആ ഒരു സോൺ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മന്ത്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 60,500-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 59,500-ഉമാണ്. ഇതൊക്കെയാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളായി വരുന്നത്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും ആ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്.
എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.